ഹാപ്പി ആനിവേഴ്സറി അപ്പ അമ്മ I love you. താങ്ക് യു ഡുഡുവാവേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 9ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. എന്നത്തെയും പോലെ തന്നെ സാധാരണ ദിവസം അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു. നമ്മുടെ കനാലിലൊക്കെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അതുപോലെ കുറച്ച് വേസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കനാലിൽ വേസ്റ്റ് വരുമ്പോഴൊക്കെ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആര് പോവുകയാണെങ്കിലും അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഇന്ന ആളെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ പോലെയൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പം മഴയുള്ളത് കാരണം അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്ന് അവനെ ബസ് കയറ്റി വിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തേലും ഞാൻ ഭയങ്കരം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ITC അവിടെ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു. മഴ ദിവസം എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ മഴ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് സ്പെഷ്യലായിട്ടൊന്നും വെച്ചില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വെച്ചു. നെയ്ച്ചോറും പിന്നെ ബീഫ് കറിയാണ് വെച്ചത്. പക്ഷേ അപ്പം എന്താ പറയുക, എറണാകുളം വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ മാളിലോട്ട് പോയിട്ടാണ്. മോനെ സ്കൂളിൽ വിട്ടിട്ട് ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്. സ്കൂളിലല്ല, ട്യൂഷന് വിട്ടിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ അനിയത്തിക്കുട്ടി ഒന്ന് ഹൈലൈറ്റ് മാൾ വരെ വരണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ ലിനിക്കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്താ പറയുക, ഫുഡ് കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് വന്നത്. അത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മളെ സ്നേഹിക്കാനും കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ അവളെ കണ്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി എൻ്റെ നല്ല ഫോട്ടോസൊക്കെ ഇടണേ, നല്ല വീഡിയോസൊക്കെ ഇടണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ചേച്ചി ഒരു യൂട്യൂബറാണ്, കേട്ടെ. അവർ ഉദ്ദേശിച്ച് വരുന്നില്ല, എൻ്റെ കാണാൻ അങ്ങനെയില്ല, ഭംഗിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇടുമ്പോൾ എന്താ പറയുക, വൃത്തികേടല്ലാത്ത രീതിയിൽ ഞാൻ ഫോട്ടോ വീഡിയോസൊക്കെ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൽ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ കുറച്ച് സലാഡ് അങ്ങനത്തെയൊക്കെ എടുത്തു. പിന്നെ നമ്മളൊരു ഷവായി ചിക്കനാണ് കേട്ടോ മേടിച്ചത്. അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ പൈസ ഇല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അപ്പം എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എല്ലാവരും എന്താ പറയുക, ഇങ്ങനെ ചുമ്മാ നടന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന സമയം ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ കൊക്കക്കോള കുടിക്കാനെടുത്തു. അപ്പം ഞാൻ പറഞ്ഞത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചു. പിന്നെ തൊട്ടപ്പുറത്ത് സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു. സംഭവം ഇതൊന്നും കഴിക്കണം നല്ലതൊന്നല്ല കേട്ടോ. എപ്പോഴെങ്കിലും ആവാം, എന്നും ആവരുതെന്ന് മാത്രം. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ ആൻറ്റി ഇതൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി കുടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പിള്ളേർ പറയും. വല്ലപ്പോഴും ആവാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാണ്. അങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല നിമിഷങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ 9 വർഷക്കാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ താഴ്ചകളും വീഴ്ചകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് സ്ട്രോങ് ആയി നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം 1 വർഷം വരെ തികയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 9ാം വർഷത്തിലേക്ക് കടന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിക്കൻ മേടിച്ചത് കവർ പൊട്ടിക്കാനായിട്ട് ഷെഫ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പയ്ക്ക് പറ്റണില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനേ, എൻ്റെ പല്ലെന്നെ ധാരാളം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. നമുക്കൊരു റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത്, അതേപോലെയൊക്കെ ചെയ്യാൻ തോന്നി. ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് കേക്ക് മേടിക്കാനായി ഞങ്ങൾ കേക്കൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ചിക്കനിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെഴുകുതിരിക്ക് പകരം ആപ്പിൾ കുത്തി വെച്ചിട്ട് ഊതിയതാണ് കേട്ടോ. അപ്പോൾ തലയിൽ കൈവയ്ക്കാണ്. നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ എൻ്റെ ഇങ്ങനത്തെ എന്താ പറയുക കലാപരിപാടികൾ. വീട്ടിൽ വന്ന ഡെയിലി കാണണം കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, മധുരം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുനാഫ വേണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുനാഫയാണ് എന്തോ ആഫാണാവോ, എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും അനിയത്തി ഇരുന്ന് വർത്താനമൊക്കെ പറയാണ്. എന്താ പറയുക, ചേട്ടന് അനിയത്തിനെ കണ്ടില്ലെങ്കിലും അനിയത്തിക്ക് ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. വേറൊരു അനിയത്തിയും കൂടി ഉണ്ട്. ആൾ ബാംഗ്ലൂരാണ്. അവൾ വല്ലപ്പോഴും മാവേലി, വർഷത്തിലൊരിക്കലെങ്കിലും മാവേലി വരും. അതുപോലെയാണ് അവൾ വരിക കേട്ടോ.
അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ വരുന്ന വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കുനാഫ എന്നല്ലേ അതുപോലത്തെ എന്തോ ഒരു സാധനം മേടിച്ചു. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾ ചിക്കൻ മുറിച്ചിട്ട് ആഘോഷിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് മധുരം നൽകിയിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ പോകണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടം. ഞാനിങ്ങനെ വലിച്ചു വാരി തിന്നുന്ന ഒരാളല്ല. എനിക്ക് ഓരോന്നും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ആനിവേഴ്സറി. ഇനിയും ഒരുപാട് വർഷം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ. അതുപോലെ പൈസ ഒരുപാട് ചിലവാക്കിയിട്ടുള്ള ഒരു പരിപാടികളും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോഴും ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അപ്പയുടെ ഒരു സന്തോഷത്തിന് എനിക്ക് എന്താ പറയുക, എനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അപ്പയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഞാൻ അങ്ങനെ പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ കുനാഫയുടെ ഈ സംഭവം. ഞാനതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ സൂപ്പർ ഓരോ ബൈറ്റിലും സൂപ്പർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഹൈലൈറ്റ് മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അന്ന് രാത്രി തന്നെ എന്താ പറയുക, അന്ന് രാത്രിയല്ല പിറ്റത്തെ ദിവസം അപ്പം തിരിച്ച് കോഴിക്കോട് പോയിട്ടോ. അപ്പോൾ അന്ന് എനിക്ക് തോന്നണം ഒരു 9 മണി വരെ ഞങ്ങൾ ഹൈലൈറ്റിലുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. എന്താ പറയുക, ഓരോ വർഷം കടന്നു പോകുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു. പിറ്റത്തെ ദിവസം ആനിവേഴ്സറിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഞാൻ പിറ്റത്തെ ദിവസം പൊതിച്ചോറിൽ അങ്ങോട്ട് തീർത്തു. അപ്പോൾ പറഞ്ഞു പൊതിച്ചോറ് ഉണ്ണണമെന്നൊരാഗ്രഹം എന്ന് പറഞ്ഞു. ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഒരു സന്തോഷം, അത് എനിക്ക് ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണ് കേട്ടോ. ഒരേ ഇലയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചെടുത്ത് കഴിക്കും. ഞങ്ങൾ എങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുട്ട വറുത്തത്, പയറുപ്പേരി, പിന്നെ എന്തോന്നാ മസാലക്കറി, ബീഫ് വരട്ടിയത്, പിന്നെ അച്ചാർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. സംതൃപ്തി അടഞ്ഞു. ഇപ്പോഴും വെള്ളി വീണു, കുഴപ്പമില്ല, ശീലമാവും, എന്നിങ്ങനെ തന്നെയാണല്ലോ. അന്ന് രാത്രി തന്നെ അപ്പം തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് എൻ്റെ ചട്ടി കണ്ടിട്ട് പറഞ്ഞു, നീ ചട്ടിയൊന്നും മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എപ്പോഴും പറയാറുണ്ട് വാടക വീടായിട്ട് തന്നെ ഇങ്ങനെ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് മേടിച്ച് കഴിഞ്ഞ് പിന്നെ പറയുന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ചെടിയും അകത്ത് മുഴുവനും എല്ലാതും വെച്ച് ഞാൻ സെറ്റ് ചെയ്ത കാരണം എനിക്ക് അതൊരു തരം പ്രാന്താണ്, വീട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതൊക്കെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അപ്പം പോകുന്ന സമയത്ത് അപ്പോൾ അലക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ഡ്രസ്സ് കഴുകി മടക്കി ഒതുക്കി, പിന്നെ അപ്പയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വിടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ ബാഗൊക്കെ വെച്ച് കെട്ടുമ്പോൾ ഞങ്ങൾ രണ്ടാളും നിന്നിട്ട് ഇന്ന് പോകണ്ടപ്പാ, നാളെ പോവാം, പ്ലീസ് അപ്പാ, നാളെ പോവാപ്പാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. പക്ഷേ നമ്മുടെ മാമുണ്ണണെങ്കിൽ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങളിൽ നിന്ന് ഒഴിയും. അതായത് സീരിയസ് ആയിട്ട് കാണിക്കും. അതായത് സങ്കടം ഒന്നും പുറത്തോട്ട് കാണിക്കില്ല. അതാണ് അപ്പോൾ തിരിച്ച് അവർ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത്. ലിനിമോള് ഓട്ടുപാറയിൽ ഇറങ്ങും. അപ്പോൾ ആ വഴിക്കാണ് കേട്ടോ പോവാറ്. അങ്ങനെ അവർ യാത്രയാവാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ്, പ്രാർത്ഥിക്കുന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ കെട്ടി അവർ പോവാണ്. അപ്പോൾ അതേ ഡൂഡ് ഉമ്മ കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ എൻ്റെ ദൈവമേ നെഞ്ചങ്ങ് ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു ഫീലിംഗാണ്. അതായത് അപ്പം ഇനി വരുമ്പോൾ 2-2.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. എന്നാലും അത്രയും ദിവസം കാണാതിരിക്കുമ്പോഴൊക്കെ ഒരുപാട് സങ്കടമാണ്. അപ്പോൾ അതെങ്ങനെ ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വിടുക. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയുക, സംസാരിക്കുക. മറ്റുള്ളവർ മാജിക്കലായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ മനസ്സ് വായിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞാലല്ലേ അവർ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യം അപ്പോട് പറയുമ്പോഴും അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നോട് പറയുമ്പോഴും നമ്മളത് പരസ്പരം മനസ്സിലാക്കുന്നു. അത്രേ തന്നെയുള്ളൂ നമ്മളുടെ ലൈഫിൽ. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 10 പൈസ ചിലവില്ലാതെ എങ്ങനെ ഒരാൾക്ക് സന്തോഷം കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. അതിനിടയ്ക്ക് ഞാൻ ചെറിയതായിട്ട് ഉണ്ടാക്കിയ 1-2 ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.
എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കൊടുത്ത ഗിഫ്റ്റ്? ഇത് ഞാൻ ആരോ കളഞ്ഞ ഒരു കേക്ക് ബേസ്മെൻറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അത് പെയിൻ്റൊക്കെ അടിച്ച് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് വരച്ചതൊക്കെയാണ് കേട്ടോ. പിസ്താഷെല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്പയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ്. അതോടൊപ്പം തന്നെ ആ ഡാൻസ് കളിച്ച വീഡിയോയും. ഇത് ഞാൻ റെസിൻ ആർട്ട് ചെയ്യുന്നുണ്ട്, കീ ചെയിൻ അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ച് ചെറിയൊരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.